പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. സകല ചരാചരത്തിന്റെയും ഉടയവനും സകലത്തിന്റെ സൃഷ്ടാവുമായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ ജീവശ്വാസം മനുഷ്യനിലേക്ക് ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. അതല്ല എങ്കിൽ തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ജീവിതമായിരിക്കും ജീവിക്കുക. ഏറെ പങ്ക് ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നാശത്തിലേക്ക് പോകുന്ന വഴി വീതി കൂടിയതും അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്, എന്നാൽ നിത്യതയിലേക്കുള്ള വഴി ഇടുക്കമാണ്, അത് ഞെരുക്കവും കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. അതുകൊണ്ട് ആ ചെറിയ കൂട്ടത്തിലായിരിക്കാനും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തും. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ സമൂലമായി മാറ്റുകയും ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, നിത്യ ജീവന് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിവ് തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിനൊത്തവണ്ണം ക്രമപ്പെടുത്തുവാനും പാപ വഴികളെ വിട്ടുതിരിയുവാനും സ്വസ്ഥതയും സമാധാനം സന്തോഷവുമുള്ള ഒരു ജീവിതത്തെ പിൻപറ്റുവാനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യവും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 23-ാം വാക്യവും. രണ്ടും എഴുതിയത് ശലോമോനാണ്. ദാവീദിന്റെ മകനായ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. ആ തൻ്റെ ജ്ഞാനത്തിൽ താൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഉതകും. ഇവിടെ പറയാണ്, കാറ്റിന്റെ ഗതി എങ്ങോട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം, കാറ്റ് ഇന്നെടുത്തുനിന്ന് ഇന്ന പോലെയൊക്കെ ഊതുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോഴാണ്. എന്നാൽ പോലും അതിനെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ സാധാരണ ഒരു കാറ്റ് ഇങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും പരിപാലിക്കുന്നവനും. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഉളവാക്കിയവൻ, തൻ്റെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ ആ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. തുറന്നു പറയാം, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ഉരുവാകുന്നു, ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ അസ്ഥികൾ ഉരുവായി വരുന്നു. ഇതെങ്ങനെയാണെന്ന് നിനക്കറിയാമോ എന്നോട് ചോദിക്കുകയാണ്. ഇവിടെ പറയാണ്, നീ അറിയാത്തതുപോലെ. ഇതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവവചനം പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അപ്പോൾ സകലത്തെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ ദൈവമാണ്. ആ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകല ചരാചരത്തിൻ്റെ ഉടയവനാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ആ ദൈവം ആരാണെന്ന് അറിയുവാൻ വേണ്ടി ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിട്ട് മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പാപമില്ലാത്ത ശരീരത്തിൽ കന്യക ഗർഭം ധരിച്ച് ഈ ഒരു മകനെ പ്രസവിച്ച് ആ മകന് യേശു എന്ന് പേർ വിളിക്കും എന്ന് അരുൾ ചെയ്ത് ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച് സകലത്തിലും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മാതൃക കാണിച്ചതെന്ന്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ അത് ദൈവത്തിന് മാത്രമാണ് സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും നിത്യജീവൻ പ്രാപിക്കുന്ന അതിൻ്റെ പൂർണ്ണത എത്തുന്നത് വരെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് ദൈവവചനത്തിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയണ, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയുന്നില്ല. അതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. അപ്പോൾ പലരും ദൈവം ഒരു മായയാണ്, ദൈവം ഒരു ശക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവം ആത്മാവാണ് എന്ന് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്ന ദൈവവചനമാണ്. ദൈവം ആത്മാവാകുന്നു, സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവവചനമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന, സകലം ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല
എന്നാൽ ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയാൻ ദൈവം സ്വർഗത്തിൽ നോക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം അവന് തന്നെ തന്നെ വെളിപ്പെടുത്തും. പലരും ഇതൊരു പൊട്ടിത്തെറി കൊണ്ടാണ് ഉണ്ടായതെന്നും ഒക്കെ പറയുമ്പോൾ, ഇതൊരു പൊട്ടിത്തെറി കൊണ്ടുണ്ടായതൊന്നും അല്ല. ഇത് സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ, രവിവർമ്മയുടെ ചിത്രം കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചിത്രം അതൊരു തന്നെ കുറേ ചായങ്ങൾ ചേർന്നുണ്ടായ ഒരു ചിത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് അങ്ങനെയല്ല. ഒരു രവിവർമ്മ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഉണ്ടായിരുന്നു. ആളാണത് വരച്ചത്. അതിന് ഇത്രയും മൂല്യമുണ്ട് എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് ഇത്രയും മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, കോടിക്കണക്കിന് രൂപ കൊടുത്തത് മേടിക്കാൻ ആളുകളുണ്ടെങ്കിൽ, ഇത്രയും മനോഹരമായിട്ട് ആകാശവും ഭൂമിയും സകല ചരാചരത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ, അതാണ് മനുഷ്യനെ സാത്താൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഇവിടെ പറയാണ് സദൃശവാക്യത്തിൽ, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ എൻ്റെ ശാസനയ്ക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവം തൻ്റെ മനസ്സ് പൊഴിച്ചു തരും എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളോട് കൃത്യമായി സംസാരിക്കും. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, നമ്മൾ എന്തിനായി ഭൂമിയിലായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ദൈവം വിടുവിക്കുന്നത്, എന്താണ് നിത്യത, എന്താണ് നിത്യജീവൻ, ഇതൊക്കെ ദൈവവചനത്തിൽ കൂടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി. അതാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം അതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരും. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ സമൂലമായിട്ട് മാറ്റും. തുടർന്ന് പറയാം, എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. അത് വള്ളി പുള്ളി മാറ്റം വരാത്തതാണ്. നമുക്കറിയാം, ഓരോ പുതിയ പുസ്തകങ്ങളും നമുക്ക് കാണാം, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ റിവൈസ്ഡ് എഡിഷനൊക്കെ പുറത്തിറങ്ങുന്നതാണ്. പക്ഷെ ദൈവവചനത്തിൽ ഒരിക്കലും അങ്ങനൊരു അവസ്ഥയില്ല. അത് ഇന്നലെയും ഇന്നും എന്നേക്കും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത വചനമായതുകൊണ്ട് ഒരു റിവൈസ്ഡ് എഡിഷൻ ഇല്ല. ഇതെന്നും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് ആ വചനത്തെ നമ്മൾ വിശ്വസിച്ച് വചനത്തിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സമൂലമായി മാറ്റും. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന നിത്യജീവനിലേക്ക് അത് നമ്മെ നയിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, പകർന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി കർത്താവേ. ഈ പുതിയ മാസത്തിലും അങ്ങയുടെ സ്വസ്ഥതയും സമാധാനം സന്തോഷം അനുഭവിപ്പാൻ എല്ലാവരും സഹായിക്കണം. ഈ നിമിഷം വരെ കർത്താവെ അങ്ങ് കരുതി നടത്തി പരിപാലിച്ചല്ലോ. അങ്ങയുടെ മഹത്വം ദർശിപ്പാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുകളെ അങ്ങ് തുറക്കണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണം. സ്വസ്ഥതയും സമാധാനം സന്തോഷം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.